ബംഗളൂരുവിൽ ഓൺലൈൻ ഡെലിവറി ഏജന്റ് യുവതിയെ ഫ്ളാറ്റിനുള്ളിൽ കയറി ലൈംഗികമായി അപമാനിച്ചു. അനുവാദമില്ലാതെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതിക്കെതിരെ മരത്തഹള്ളി പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റായ വിജയ് മല്ലികാർജുൻ കാമത്ത് എന്ന ആളാണ് ഫ്ളാറ്റിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി ഈ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. What is this? What is this? What is this? What are you thinking about me? No, what are you thinking about me? No. Wait, I will do police case. I help you. യുവതിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിലാണ് ഡെലിവറി ജീവനക്കാരൻ അറസ്റ്റിലായത്. വിജയ് മല്ലികാർജുൻ കാമത്ത് എന്നയാളാണ് പിടിയിലായത്. പാഴ്സലുമായി എത്തിയ ഡെലിവറി ജീവനക്കാരൻ വാഷ്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും താൻ മറുപടി നൽകും മുൻപേ അകത്തു കയറിയതായും യുവതി ആരോപിച്ചു. അപരിചിതരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാറില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇയാൾ അനുസരിച്ചില്ല. തുടർന്ന് വാഷ്റൂമിൽ നിന്നിറങ്ങിയ ഡെലിവറി ജീവനക്കാരൻ യുവതിക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി. ഇതിന്റെ വീഡിയോ അടക്കമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. No, I said I will not allow anyone. Then how you came? You came forcefully inside and you are showing your private part to me. No, I will do police complaint. അനുവാദമില്ലാതെ യുവാവ് ശുചിമുറിയിൽ കയറിയതോടെയാണ് സുരക്ഷയുടെ ഭാഗമായി ഫോണിലെ വീഡിയോ ക്യാമറ ഓണാക്കിയത്. പുറത്തു വന്നപ്പോൾ താൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചെന്ന് യുവതി പറയുന്നു. पर मैं अंदर से बहुत डरी हुई। मैं दरवाजा ओपन रखी थी, दरवाजे के पास ही खड़ी थी और अपना कैमरा ऑन रखी थी. मेरे दिमाग में बस चल रहा था क्योंकि आजकल इतने ज्यादा क्राइम हो रहे हैं. पहली बार ये क्राइम हो रहे करके ना मैं घर से बाहर जाती हूँ, ना मैं किसी के साथ भी नहीं जाती. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഫ്ലിപ്കാർട്ട് യുവതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ബന്ധപ്പെട്ട ഡെലിവറി പങ്കാളിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും അവർ വ്യക്തമാക്കി. മാരത്തഹള്ളി പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.